ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. അപ്പോൾ ടൈപ്പിസ്റ്റിന്റെ എക്സാം ഇനി വന്നു കഴിഞ്ഞു. ഒക്ടോബർ 26 എക്സാം നടക്കുന്നത് അല്ലേ? വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ആ സിലബസ് മുഴുവൻ കവർ ചെയ്യണം അല്ലേ? ഇപ്പോൾ GK ആണെങ്കിലും നമുക്ക് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആയാലും അല്ലെങ്കിൽ ഓഫീസ് ഓട്ടോമേഷൻ ഇങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ്, മലയാളം ഇതെല്ലാം നമുക്ക് കവർ ചെയ്യണം അല്ലേ? ഇപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് മാക്സിമം ടോപ്പിക്കുകൾ കവർ ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സിലബസ് എല്ലാവരും കണ്ടു കാണും. സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു രീതിയിലാണ് വരുന്നത് അല്ലേ? നമുക്ക് സാധാരണഗതിയിൽ PSCയുടെ ഒക്കെ എക്സാമിൽ GK ആണ് ഇമ്പോർട്ടൻസ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ GK നമുക്ക് 10 മാർക്കിനെ ചോദിക്കുന്നുള്ളൂ. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി ഇത്രയും പോർഷൻസ് ഉണ്ട് അല്ലേ? ടൈപ്പ് റൈറ്റിംഗ്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഉണ്ട്, പിന്നെ അതേപോലെ നമ്മുടെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. 40 മാർക്കിനോളം നമുക്ക് വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് ആകെ നമുക്ക് വേർഡ് ഇപ്പം നമുക്ക് എന്താണ് MS ഓഫീസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2007 മാത്രം നമ്മൾ പഠിച്ചാൽ മതി അല്ലേ? അപ്പോൾ അതിനകത്തുനിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെ നമുക്കൊരു തെളിവാണ്. നോക്കിക്കേ, അപ്പോൾ നമുക്ക് ജനറൽ ഇംഗ്ലീഷ് ആയാലും മലയാളം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ നമുക്ക് PSCയുടെ ആയാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൽ നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ GK കറണ്ട് അഫെയർ 10 മാർക്കിനേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഇത് വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് GK എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിനകത്തുനിന്ന് എവിടെ നിന്നൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ ഉള്ള എല്ലാവർക്കും ഡൗട്ട്സ് ഉണ്ടായിരിക്കും. സിലബസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 10 മാർക്കിനേ ഉള്ളൂ എങ്കിലും എല്ലാ ഏരിയയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാറ്റണം അല്ലേ? ഈ ഒരു 30 ദിവസം കൊണ്ട് വളരെ ഈസി ആയിട്ട് ഒരു ക്യാപ്സ്യൂൾ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയണം? നമുക്ക് ഈ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇനി ഏകദേശം നമുക്കൊരു 30 ദിവസമേ ഉള്ളൂ. ആ ഈ ഒരു 30 ദിവസത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഈ ഒരു സിലബസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അതിനായിട്ടുള്ള ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, വളരെ കുറച്ച് ദിവസത്തെ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഡേ 1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മലയാളം, GK അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസിക്സ് ഒക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഡെയിലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മിക്കവാറും എല്ലാ സബ്ജക്റ്റുകളും ഹാൻഡിൽ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോസ് കണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ പരിചയപ്പെട്ട് അത് വർക്കൗട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ സമയം ചെലവഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് എൻ്റയർ സിലബസ് കവർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുകയാണെങ്കിൽ മലയാളം ഉണ്ട്. സെക്കൻഡ് ഡേയിൽ നമ്മൾ വീണ്ടും മലയാളം പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യും? നമുക്ക് പ്രീവിയസ് ഡേയിൽ എന്താണോ പഠിച്ചത് അത് നമ്മൾ ഒന്ന് റിഫ്രഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? അടുത്ത ദിവസം നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതേപോലെ GK, പിന്നെ നമുക്ക് വേർഡ് പ്രോസസ്സിംഗ് ആണ്. MS വേർഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ടൈപ്പ് റൈറ്റിംഗ് ഉണ്ട് അല്ലേ? ടൈപ്പ് റൈറ്റിംഗ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ടൈപ്പ് റൈറ്റിംഗിനായാലും നമുക്ക് എന്ത് ചെയ്യണം? സെലക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയറിലൊക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈ ഒരു ടൈം ടേബിളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 30 ദിവസം കവർ ചെയ്യുന്നതിനോടൊപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേ നോക്കിക്കേ, ഇപ്പോൾ ഏകദേശം ഒരു 10 ദിവസത്തേത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 20 ദിവസം അല്ലേ? ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ വർക്കൗട്ടുകളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ക്ലാസ്സുകളാണ് കാണേണ്ടത്, ഇതെല്ലാം നമ്മൾ പഠിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ എൻ്റയർ സിലബസ് നമുക്ക് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എക്സാമിനെ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ CC ഒരു 30 ഡേ ക്രാഷ് ബാച്ചുമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പം നിങ്ങൾ ഈ കണ്ടതുപോലെ തന്നെ ഓരോ ദിവസത്തെയും ടൈം ടേബിളിനോടൊപ്പം എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ
ഡെയിലി വർക്കൗട്ടുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, പോൾ ക്വസ്റ്റ്യൻസുകൾ പരിചയപ്പെടാനായിട്ടുണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെയർ സിലബസിനകത്തുനിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇത് മാത്രമല്ല, ഇതിനോടൊപ്പം വീക്കിലി എക്സാമുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തുണ്ടായിരിക്കും, റിവിഷനുകൾ ഉണ്ടായിരിക്കും. ഇതിലൊക്കെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു 30 ഡേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇനിയും നിങ്ങൾ മടിച്ചെന്നിരിക്കേണ്ട, വളരെ കുറച്ച് സമയമുള്ളൂ. ഈ ഒരു സമയം നമ്മൾ എന്ത് ചെയ്യണം, എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാനിൽ കൂടെ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് സി നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്